ഐക്യ താറാവ് കർഷക സംഘം നേതൃത്വത്തിൽ ജനുവരി 31-ന് ആലപ്പുഴ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടക്കും. താറാവ് കർഷകരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഉപരോധ സമരം സംഘടിപ്പിക്കുന്നത്. ജനുവരി 30 ആലപ്പുഴ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിന് മുൻപിലാണ് ഉപരോധ സമരം നടക്കുക. ഐക്യ താറാവ് കർഷക സംഘത്തിൻ്റെ ഇത്തരമൊരു പത്രസമ്മേളനം നടത്താൻ തീരുമാനിക്കേണ്ടി വന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഏതാണ്ട് 10 മാസങ്ങൾ പിന്നിടുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് പക്ഷിപ്പനി മൂലം കാട, കോഴി, താറാവ്, അതുപോലെ മറ്റേ നമ്മൾ വീടുകളിൽ വളർത്തുന്ന അലങ്കാര പക്ഷികൾ ഇവയൊക്കെ കൊന്ന് ഒടുക്കിയതിന് ശേഷം നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി ഈ കർഷകർ കഴിഞ്ഞ 10 മാസമായി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 10 മാസമായി വളരെ വേഗം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരുന്ന കർഷകരെ സംബന്ധിച്ച് നാളിതുവരെയായി ഇത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ ഭീകരമാണ്. കാരണം താറാവ് കർഷകർക്ക് ഒരു ബാങ്കും വായ്പ കൊടുക്കാറില്ല. നിങ്ങൾക്ക് നേരത്തെ ഓർമ്മയുണ്ടാകും, ഇതേ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കളക്ട്രേറ്റിൻ്റെ മുമ്പിൽ ഞങ്ങൾ ധർണയും അതിനുശേഷം ഉപവാസ സമരവും അതിനുശേഷം ഇപ്പോൾ ഈ സമരം ഇപ്പം ഞങ്ങൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അത് ഉപരോധ സമരമാണ്. ഈ ഉപരോധ സമരം എന്ന് പറയുന്നത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞ് ഇത് കിട്ടുന്നില്ല എങ്കിൽ മരണം വരെ നിരാഹാര സമരത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു സമരം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പറയുന്ന ഉപരോധ സമരം വരാൻ പോകുന്ന മറ്റന്നാൾ 30-ാം തീയതി ഈ മൃഗസംരക്ഷണ ഓഫീസിൻ്റെ മുമ്പിൽ നടക്കുകയാണ്.